ഗൺ വെച്ചിട്ടാട്ടോ നമ്മുടെ ക്രാഫ്റ്റ്. ഒരു മിനി ഹോൾഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹോൾഡറിന് വേണ്ട പാറ്റേൺ ഉണ്ടല്ലോ, ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കുള്ള ബട്ടർ പേപ്പർ ഒന്നുമല്ല, സാരി വാങ്ങിച്ചപ്പോൾ എന്തോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പേപ്പറാണ്. ഇത് ബട്ടർ പേപ്പറിന് സിമിലർ ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. നിങ്ങൾക്ക് എന്ത് പാറ്റേൺ വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് കുറച്ച് വേവി ആയിട്ടുള്ള സ്ട്രക്ചർ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂ ഗണ്ണൊക്കെ ഡ്രൈ ആയതിന് ശേഷം അതിൽ പറിച്ചെടുത്തിട്ട് ഈ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു പെയിന്റ് അടിക്കും. ഗോൾഡൻ കളർ മെറ്റാലിക് പെയിന്റ് ഒക്കെ അടിക്കുന്നതായിരിക്കും കേട്ടോ ഇത്തരം വർക്കിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇല്ല, അതുകൊണ്ട് ഞാനുള്ള ഒരു കളർ വെച്ചിട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന പോലെ ഒരു വാഷി ടേപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പിൻ്റെ ഒക്കെ എംറ്റി റോളാണ്. അത് ഈ കാണുന്ന പോലെ കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ ഹോൾഡറിൻ്റെ ബേസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനിയൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്ലൂ ഗണ്ണിൻ്റെ ഡിസൈനിൻ്റെ പാറ്റേൺ ഇല്ലേ, അത് ഈ പറഞ്ഞ ബേസിൻ്റെ മേലേക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ.